ഹലോ, ഹാപ്പി ഓണം. പക്ഷേ ഓണം കഴിഞ്ഞു ഇല്ലേ? ആക്ച്വലി ഇത് ഓണത്തിൻ്റെ അന്നുള്ള വീഡിയോ ആണ്. പക്ഷേ എനിക്ക് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ ഇന്ന്, അതായത് പിറ്റേ ദിവസമായിട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയായാലും ഒരു ഹാപ്പി ഓണം ഇരിക്കട്ടെ. പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കി ഞാനും അച്ഛനും അമ്മയും കൂടെ നേരെ അമ്പലത്തിലേക്ക് പോവാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള അമ്പലമാണ്. പൂക്കളം സെറ്റാക്കണതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. സോ അതിടാനും പറ്റൂല. പക്ഷേ പൂക്കളൊക്കെ സെറ്റാക്കി കുളിച്ച് അമ്പലത്തിലൊക്കെ പോണതിൻ്റെ ഒരു സുഖം വേറെയല്ലേ? അതും ഓണത്തിന് ഫാമിലിയുടെ കൂടെ. ഇന്നത്തെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ഓണത്തിന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിൽ നിന്ന് ആഘോഷിക്കുന്നത്. അതായത് എൻ്റെ കസിൻസിൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ ഫാമിലിയും എല്ലാവരും കൂടെ ഒരു വീട്ടിൽ നിന്ന്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഞാനും അച്ഛനും അമ്മയും കൂടെ നേരെ പോവാം. ഞങ്ങളുടെ എല്ലാവരുടെയും വീട് അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികവും ഇങ്ങനെയാണ് ആഘോഷിക്കാറ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓണമായാലും വിഷു ആയാലും ഒരു വീട്ടിൽ നിന്ന് ആഘോഷിക്കും. ഇന്ന് വിഷു എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ അടുത്ത ഓണം എന്ന് പറയുന്നത് അവരുടെ ആരെയിലൊക്കെ വീട്ടിൽ നിന്നായിരിക്കും. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ എത്തിയിട്ടാണ്. ഈ വട്ടം കറങ്ങുന്ന ആളുടെ പേരാണ് സക്ക. ഹാളിലാണ് എല്ലാവരും ഇങ്ങനെ സിനിമയും കണ്ട് പിന്നെ അതിൻ്റെ കത്തിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുക്കളയിലേക്കാണെങ്കിൽ അമ്മ, സീമാൻറ്റി, ലതമ്മ എല്ലാവരും ഉണ്ടാവും. ഈ പറഞ്ഞതൊക്കെ എൻ്റെ ആൻറ്റിമാരും പിന്നെ വലിയമ്മയ്ക്കാണ്. അയ്യോ, അതിലെൻ്റെ അമ്മയും കൂടെ ഉണ്ട്, മഞ്ജുഷാമ്മ. ഓണൊക്കെ ആകുമ്പോൾ പുതിയ പുതിയ പടങ്ങളിരുന്ന് കാണാനല്ലേ രസം. പക്ഷെ ഞങ്ങൾ നേരെ റിവേഴ്സാ. ഞങ്ങൾ പഴയ പടം ഇരുന്ന് കാണും. പഴയ പടം എന്ന് വെച്ചാൽ കോമഡി, ഫാമിലി ത്രില്ലർ എന്ന് വെച്ചാൽ ഈ പഞ്ചാബി ഹൗസ് അങ്ങനത്തെ സംഭവം കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണും. ഇതേ കണ്ടില്ലേ, ഹാളിൽ എല്ലാവരും ചുമ്മാ ടി വിയും കണ്ട് ഫോണും നോക്കി വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതേ ഈ നടക്കുന്നതാ ദീദിട്ടാ. ദീദിയും പിന്നെ എൻ്റെ സാക്കുടി. അടുത്തതായി ഞാൻ കാണിക്കാൻ പോണ ആളാണ് സൂര്യദേവ്. ഇവനാണ് ഫോട്ടോഗ്രാഫർ. എൻ്റെ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലേ. അതിന്റെ ഇടയിൽ അടുക്കളയ്ക്ക് പോയപ്പോഴാ അമ്മയും സീമാരിയും കൂടെ ചുമ്മാ കത്തിവെച്ചിരിക്കുന്നുണ്ട്. അതിന്റെ ചൂടില് ആ ചിക്കൻ അങ്ങ് വെന്തോളൂല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടോ, ഇതെന്താ ചിക്കൻ? സദ്യ ഒന്നല്ലേ? സദ്യ അല്ലേ ഓണത്തിന് ഉണ്ടാക്കാറ്? അവിടെയാണ് ഒരു വമ്പൻ ട്വിസ്റ്റ്. ഞങ്ങളിവിടെ എന്ന് പറയുമ്പോൾ മെയിൻലി കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തൊക്കെ ഓണത്തിന് സദ്യക്ക് പകരം നേരെ ചിക്കൻ അല്ലെങ്കിൽ നോൺ വെജ് ഉണ്ടാവാറ്. ഇത് കണ്ണൂർ, കാസർഗോഡ് എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ ജനിച്ച് വളർന്ന സംഭവം തൊട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കാണാൻ തുടങ്ങിയത് കഴിഞ്ഞു. പക്ഷെ ഒരു ചേഞ്ചിന് ഞങ്ങൾ സദ്യ പിടിക്കും. കോമഡി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. അടുത്തതായി അടുക്കളയിൽ നിന്ന് ഒരു പട വരും. ഇത് ആക്ച്വലി എന്താണെന്നറിയോ, ചിക്കൻ പൊരിച്ചതൊക്കെ പൊരിച്ച് വെക്കുമ്പോൾ ആ ചൂടോടെ സംഭവം എടുത്തിട്ട് വരുന്നതാണ്. ചിക്കൻ പറയുകയാണെങ്കിൽ ആ പടയിൽ ഞാനും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കേണ്ടതായ കാരണം ഞാനിന്ന് വന്നില്ല. ഇതാണ് ദേവു. അവൾക്ക് വയ്യാത്ത കാരണം അവൾ കുറച്ച് ലേറ്റായി പോയി എത്താൻ. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇഷ്ടമായോ? ആക്ച്വലി ഞാനായിട്ടേക്കുന്ന പാവാട എന്ന് പറയുന്നത് കുറച്ച് മുന്നത്തെ പാവാടയാണ്. സോ അതിനൊരു ബ്ലൗസ് തയ്പ്പിക്കാന്ന് വെച്ചാൽ ഞാനങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ തയ്പ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ വന്നു. ഇതിൻ്റെ ഇടയിൽ കുറച്ച് അങ്ങ് നിന്ന് ഒരാൾ കുഞ്ഞി കൈ ഇങ്ങനെ തടവണുണ്ട്. അപ്പം നോക്കിയപ്പോഴേക്കും എന്താ ഒരു കുഞ്ഞു ഉറുമ്പ് അതിൽ കൂടെ പോകുന്നുണ്ട്. ഫൈനലി ഫുഡ് വന്നു. ബിരിയാണി, പിന്നെ കച്ചമ്പർ, അച്ചാറ്. ആക്ച്വലി ഞങ്ങൾ ചില്ലി ചിക്കൻ ആക്കാറ്. പക്ഷെ ഇന്ന് ദീദിക്ക് മട്ടൺ പ്രിയ ആയതുകൊണ്ട് മട്ടൺ വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞ ഈ ഫുഡൊക്കെ ഞങ്ങൾ പുറത്ത് ഓർഡർ കൊടുക്കായിരുന്നു. അതാകുമ്പോൾ ടൈം ആകുമ്പോൾ കിട്ടിക്കോളും, ഒരു ടെൻഷനും ഇല്ല. അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഒരു വിധാവും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ആവേശം മൂവി കണ്ടിരുന്നു. ഞങ്ങളെല്ലാട്ടും ഇതിന്റെ മെയിൻ ആള് ചൂരുവ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വന്നുട്ടാ. പിന്നെ കുറച്ചു നേരം സാക്കുടീനെ മടിയിലിരുത്തി അവന്റെ കളിയും കണ്ടിരുന്നു. നല്ല രസാണ്. ഇങ്ങനെ ചുമ്മാ ഓരോന്നോരോന്ന് പറഞ്ഞിരിക്കും. സംസാരിക്കാനായിട്ടില്ലെങ്കിലും ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ അവൻ പറഞ്ഞു വരും. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു അറൗണ്ട് 3 മണി 3:30 ആവാറ്. എല്ലാവരും ഇങ്ങനെ ആവേശത്തിൽ മുങ്ങിയിരിക്കുക. ഞാൻ ആവേശമൊക്കെ കണ്ടതാ. പിന്നെ കുറച്ച് ചെയ്തപ്പോൾ കുറിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വെച്ചു. അപ്പോഴാണ് ശർക്കര വരട്ടിയുണ്ടായത്. ഈ കുഞ്ഞി കഴിയണ്ടെങ്കിൽ വയലിട്ടിരുന്നണ്ട സാക്കുടിയാ. ചുമ്മാ ഒന്ന് താത്താന്ന് പറഞ്ഞാൽ മതി, അവനങ്ങ് വയലിട്ട്. അങ്ങനെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാ നല്ല മഴ പുറത്തു. അപ്പോഴേക്കും വെളിച്ചൻ ഈ നല്ല മഴയത്ത് നല്ലൊരു ചൂട് ചായ ആയാലോ എന്ന് വെച്ചു. അപ്പോഴേക്കും എല്ലാവരും കൂടെ ചായ അങ്ങ് ഉണ്ടാക്കിയത് പഞ്ചാബി ഹൗസ് മൂവിയും കണ്ട് അത് കുടിച്ചോണ്ടിരിക്കുക. മൂവി കാണുന്നതിൻ്റെ ഇടയിൽ ചൂരും ഏട്ടനും കൂടെ പിന്നെ ബോള് തട്ടി കളിക്കണ്ടേ. ഇതിൻ്റെ ഇടയിൽ ഒരാൾ മിസ്സിങ് ഉണ്ടല്ലേ, സാക്കുടി. ദേവൻ അവൻ ഇത്രയും നേരം ഉറങ്ങായിരുന്നു. പിന്നെ ഇപ്പൊ വന്നത് സൈക്കിളമ്മയിലൊക്കെ ലൈറ്റ് കണ്ട എവിടെ വന്നാലും തൊട്ട് നോക്കി ലൈറ്റ് എന്ന് പറയുന്നത് അവൻ്റെ ഒരു സ്ഥിരം പരിപാടി. സാക്കുടിയുടെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആട്ടോ ഇവൻ. അവന്റെ പാപ്പനാണേത്. അപ്പൊ പാപ്പ എന്ന് വിളിച്ച് എവിടെയെങ്കിലും വന്നിരുന്നു. അത് കഴിഞ്ഞ് എന്റെ മടിയിൽ കുറച്ചു നേരം ഇരുന്ന് TV ആണേത്. ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ള പരിപാടി നോക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി.
എത്ര പെട്ടെന്നാലേ ഒരു ഓണം കഴിഞ്ഞ്. അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഓണം വിഷു ഒക്കെ ആഘോഷിക്കണതിന്റെ വൈബ് വേറെ തന്നെയല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ഓണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.